ഹൈബ്രിഡൈസേഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് നിങ്ങൾ ഫസ്റ്റ് സെമ്മിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇനോർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ കേസിനകത്താണ് പഠിച്ചത്. നമുക്ക് ആ ഹൈബ്രിഡൈസേഷൻ കൺസെപ്റ്റ് ഈ ഓർഗാനിക് കോമ്പൗണ്ട്സിനകത്താണ് ഇനി ഡിസ്കസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇത് പ്രോസസ് ഇൻ വിച്ച് ആൻ ആറ്റോമിക് ഓർബിറ്റൽ ഓഫ് സെയിം ആറ്റം വിത്ത് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് എനർജി മിക്സ് എമംഗ് ദംസെൽഫ് ടു yield ആൻ equivalent നമ്പർ ഓഫ് ന്യൂ ഓർബിറ്റൽ കോൾഡ് ഹൈബ്രിഡ് ഓർബിറ്റൽ. ഒരേ ആറ്റത്തിൻ്റെ തന്നെ സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ആറ്റോമിക് ഓർബിറ്റൽ തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് ഇക്വലൻ്റ് എനർജി ആയിട്ടുള്ള ഓർബിറ്റൽസ് ആയിട്ട് മാറുന്നു. ഈ ഓർബിറ്റൽസ് തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്കൊരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ എത്ര ആറ്റോമിക് ഓർബിറ്റൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടോ അത്രയും ഹൈബ്രിഡ് ഓർബിറ്റൽ നമുക്ക് ഫോം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കാർബണിൻ്റെ കേസിനകത്ത് മെയിനായിട്ട് 3 ഹൈബ്രിഡൈസേഷനാണ് നമുക്ക് ഡിസ്കസ് ചെയ്യണം. sp3 ഹൈബ്രിഡൈസേഷൻ, sp2 ഹൈബ്രിഡൈസേഷൻ ആൻഡ് sp ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ sp3 ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ടെട്രാഹൈഡ്രൽ സ്ട്രക്ചർ എന്ന് പഠിച്ചിട്ടുണ്ട്. sp2 ആണെങ്കിൽ ട്രയാഗണൽ പ്ലാനർ സ്ട്രക്ചർ എന്ന് പഠിച്ചിട്ടുണ്ട്. sp ആണെങ്കിൽ ഡയഗണൽ ലീനിയർ സ്ട്രക്ചർ എന്ന രീതിയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കാർബൺ കേസിനകത്ത് ഈ 3 വരുന്നൊരു എക്സാമ്പിൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. sp3 ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ നമ്മുടെ കോമ്പൗണ്ട് മീഥേൻ കോമ്പൗണ്ടാണ്, CH4 എന്നുള്ളൊരു കോമ്പൗണ്ടാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നത്. ആ CH4-നകത്ത് നമ്മൾ കാർബൺ എടുക്കണമെങ്കിൽ കാർബണിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിനകത്ത് അതിൻ്റെ ആറ്റം നമ്പർ 6 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p2 ആണ്. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിനകത്തുള്ള കാർബൺ എന്ത് ചെയ്യുന്നു, ഒരു ഇലക്ട്രോണിനെ എക്സൈറ്റഡ് സ്റ്റേറ്റിനകത്ത് അതിൻ്റെ കോൺഫിഗറേഷൻ 1s2 2s1 2p3 ആയിട്ട് മാറുന്നു. അപ്പോൾ 4 ഹാഫ് ഫിൽഡ് ഓർബിറ്റലുണ്ട്. ഈ 4 ഹാഫ് ഫിൽഡ് ഓർബിറ്റിൽ എസ്സും പിക്കും സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് എനർജിയാണ്. ഇവ തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് ഒരു എസ്സും 3 പിയും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് sp3 എന്നുള്ളൊരു ഹൈബ്രിഡൈസേഷൻ നടക്കുന്നു. അപ്പോൾ ഈ sp3 ഹൈബ്രിഡ് ഓർബിറ്റിൽ ഫോം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു എസ്സും 3 പി ഉണ്ട്. അപ്പോൾ 4 ആറ്റോമിക് ഓർബിറ്റിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 4 ഹൈബ്രിഡ് ഓർബിറ്റിൽ ഫോം ചെയ്യുന്നു. ഈ 4 ഹൈബ്രിഡ് ഓർബിറ്റിൽ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ജോമെട്രി നമ്മൾ പറഞ്ഞു ടെട്രാഹൈഡ്രൽ ജോമെട്രി എന്ന് പറഞ്ഞു. ആ ടെട്രാഹൈഡ്രൽ ജോമെട്രിയാണ് കാണിച്ചേക്കുന്നത്. നടുക്ക് കാർബൺ ആറ്റം നമ്മൾ ജോമെട്രി വരക്കുമ്പോഴേക്ക് ഒരു ഡംബിൾ ഷേപ്പാണ് വരക്കുന്നത്. അപ്പോൾ ഇത് ഒരു ഡംബിൾ ഷേപ്പ്, ഒരു sp3യുടെ ഒരു ഡംബിൾ ഷേപ്പ്, അതിൻ്റെ ചെറിയൊരു പീക്ക് താഴേക്ക് ഉണ്ടാകും. പിന്നെ അടുത്തത് ഇത് അതിൻ്റെ ഒരു ചെറിയ പീക്ക് ഇപ്പുറത്തേക്ക് ഉണ്ടാകും. പിന്നെ മൂന്നാമത്തത് sp3 ഹൈബ്രിഡ് ഓർബിറ്റിൻ്റെ ഒരു ഷേപ്പ്. പിന്നെ നാലാമത്തത്. ഈ 4 എണ്ണം സ്പേസിനകത്ത് ഓറിയൻറ്റ് ചെയ്യുമ്പോൾ ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് റിപ്പൽഷൻ ഒഴിവാക്കാൻ വേണ്ടി മാക്സിമം സ്പേസിനകത്താണ് ഓറിയൻറ്റ് ചെയ്യണം. അങ്ങനെ ഓറിയൻറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന സ്ട്രക്ചറാണ് നമ്മൾ ടെട്രാഹൈഡ്രൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഒരു ജോമെട്രി നോക്കുകയാണെങ്കിൽ ഈ കാർബൺ ഇവിടെ നിൽക്കണമെങ്കിൽ ഒന്ന് ഇങ്ങോട്ട് ഒന്ന് ഇങ്ങോട്ട് ഒന്ന് ഇങ്ങോട്ട് ഒന്ന് ഇങ്ങോട്ട്. അപ്പോൾ ഇവർ തമ്മിൽ മാക്സിമം ആംഗിൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 109.28 ഡിഗ്രിയാണ്. ഈ കാർബൺ 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റിൽ ഒന്ന് ഇങ്ങോട്ട് ഒന്ന് ഇങ്ങോട്ട് ഒന്ന് ഇങ്ങോട്ട് ഒന്ന് ഇങ്ങോട്ട്. അപ്പോൾ സ്പേസിനകത്ത് ഏതെങ്കിലും രണ്ടെണ്ണം തമ്മിൽ നമ്മൾ എടുക്കണമെങ്കിൽ അവ തമ്മിലുള്ള ബോണ്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ 109.28 ഡിഗ്രി ആയിരിക്കും. ഇത് തമ്മിലെടുത്താൽ 109.28 ഇത് തമ്മിലെടുത്താൽ 109.28, ഇതാണ് 109.28 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആ ഓറിയൻറ്റേഷനാണ് sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ എന്ന് പറയുന്നത്. ഇനി ഇതിനകത്തേക്ക് നമ്മുടെ കോമ്പൗണ്ട് എന്താ, മീഥേൻ ആണ്. മീഥേനകത്ത് എന്തുണ്ട്, ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. ഹൈഡ്രജൻ്റെ അറ്റോമിക് ഓർബിറ്റൽ എന്ന് പറയുന്നത് ഒരെണ്ണമുള്ള 1s1 ആണ് ആറ്റോമിക് കോൺഫിഗറേഷൻ. അത് സാധാരണ സ്പെറിക്കലാണ്. ഈ സ്പെറിക്കലായിട്ടുള്ള ഹൈഡ്രജൻ ആറ്റം എന്ത് ചെയ്യുന്നു, 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റലുണ്ട്. ഈ 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റലായിട്ട് കമ്പൈൻ ചെയ്തിട്ട് 4 സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നു. 4 സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നു. ഇതാണ് സിഗ്മ ബോണ്ടിനെ കാണിക്കുന്നത്. അങ്ങനെ sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ ഫോം ചെയ്യുന്നു. ബോണ്ട് ആംഗിൾ ഇത്രയെന്ന് പറയുന്നു. ഇനി അതുപോലെ sp2 ഹൈബ്രിഡൈസേഷൻ വരുന്നൊരു കോമ്പൗണ്ടാണ് ഈഥീൻ കോമ്പൗണ്ട്. ഈഥീൻ C2H4, അതായത് C2H4 എന്ന് പറയുമ്പോൾ. അപ്പോൾ C2H4 എന്ന് പറയുമ്പോൾ നമ്മൾ സ്ട്രക്ചർ പഠിക്കുമ്പോഴേക്കും C2H4 നമുക്ക് പോസിബിൾ ആയിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ 2 കാർബൺ ആറ്റം C2. അപ്പോൾ 2 കാർബൺ ആറ്റം. അപ്പോൾ എന്തായാലും കാർബൺ ലിങ്ക് എന്തായാലും ഒരെണ്ണമുണ്ട്, എങ്കിലാണ് ഇവ തമ്മിൽ വരുള്ളൂ. ബാക്കി എത്രയുണ്ട്, C2H4 ആണ്. അപ്പോൾ 4 ഹൈഡ്രജൻ ഉണ്ട്. ഈ 4 ഹൈഡ്രജൻ നമ്മളിവിടെ 3 എണ്ണം ഈ കാർബണിന് കൊടുത്തു കഴിഞ്ഞാൽ 3 ഹൈഡ്രജനായി. അതേസമയം അടുത്ത ഹൈഡ്രജൻ ആർക്ക് പോകും, ഈ കാർബണിൽ പോകും. പക്ഷേ ഈ കാർബണിൻ്റെ വാലൻസ് ശരിയായി, ഈ കാർബണിൻ്റെ ബാക്കി 1 2 വാലൻസ് എടുക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു കോമ്പൗണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും സ്ട്രക്ചർ വെക്കുന്നു. കാർബൺ ഒരു ലിങ്ക് വരുന്നു. ദെൻ ഓരോ കാർബണിലും 2 ഹൈഡ്രജൻ പോലെ കൊടുക്കുന്നു. 2 ഹൈഡ്രജൻ കൊടുക്കുന്നു. ഇവിടെ ഒരു ഹൈഡ്രജൻ കൊടുക്കുന്നു, ഇവിടെ ഒരു ഹൈഡ്രജൻ കൊടുക്കുന്നു. അപ്പോൾ ഓരോ കാർബണിൽ ഒരു വാലൻസി ഇങ്ങോട്ട് പോയി, ഒരു വാലൻസി ഹൈഡ്രജൻ കൊടുത്തു, ഒരു വാലൻസി ഹൈഡ്രജൻ കൊടുത്തു. അപ്പോൾ ഇതിന് 3 വാലൻസി പോയി, നാലാമത്തെ ഒരു വാലൻസി ഇവിടെ കിടക്കുന്നുണ്ട്.
ഈ കാർബൺ ആണെങ്കിൽ ഒരു വാലൻസി ഇവിടെ പോയി, ഒരു വാലൻസി ഇവിടെ പോയി, ഒരു വാലൻസി ഈ കാർബണിൽ പോയി, മൂന്നെണ്ണം പോയി, നാലാമത്തുണ്ട്. ഇവർ തമ്മിൽ ഇലക്ട്രോണുകൾ ഷെയർ ചെയ്യുന്നു, ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്നു. അതാണ് sp2 ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കാർബണിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എടുക്കുന്നു, 1s2 2s2 2p2, എക്സൈറ്റഡ് സ്റ്റേറ്റിൽ 2s 2p ഒരെണ്ണം ഇങ്ങോട്ട് പോകുന്നു. ഇനി അപ്പോൾ ഇവിടെ sp2 ഹൈബ്രിഡൈസേഷനാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇത് എടുത്തില്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇതെടുത്തു കഴിഞ്ഞാൽ sp3 ഹൈബ്രിഡൈസേഷൻ. sp3 ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ജിയോമെട്രി ഇതേ ടൈപ്പ് ജിയോമെട്രിയാണ്. പക്ഷേ ഈഥീൻ മോളിക്യൂൾ C2H4 ഇതേപോലത്തെ ജിയോമെട്രി എക്സിബിറ്റ് ചെയ്യില്ല. അത് അതിൻ്റെ കിട്ടുന്ന ജിയോമെട്രി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴേക്ക് അതൊരു പ്ലാനർ ജിയോമെട്രിയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു എസും 2 p എടുക്കുകയുള്ളൂ. ഈ p എടുക്കുന്നില്ല. അപ്പോൾ sp2 ഹൈബ്രിഡ് ഓർബിറ്റിലുണ്ട്. അപ്പോൾ 3 ഹൈബ്രിഡ് ഓർബിറ്റിൽ നമുക്ക് അതിനകത്ത് മതി. നമ്മൾ നേരത്തെ കാണിച്ച സ്ട്രക്ചറിനകത്ത് ഓൾറെഡി പറയുന്നുണ്ട്, ഒരു സിഗ്മ ബോണ്ട്, ഒരു സിഗ്മ ബോണ്ട്, ഒരു സിഗ്മ ബോണ്ട്. അടുത്തത് നമുക്ക് സിഗ്മയാണ് പൈ ആണെന്നുള്ളത് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല, കാരണം 3 ലിങ്ക് ചെയ്യും. നാലാമത്തെ ഇത് സിഗ്മ ബോണ്ട് ആയിട്ട് എടുക്കണമെങ്കിൽ sp3 ആയിട്ട് മാറിയാനെ. അപ്പോൾ ഇതും sp3 ആയിട്ട് മാറിയാനെ. അപ്പോൾ sp3 രണ്ടും sp3 ഹൈബ്രിഡൈസേഷൻ ആയിട്ട് മാറിയാനെ. അപ്പോൾ അങ്ങനെ sp3 ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ ഈ മോളിക്യൂള് ഈഥേൻ മോളിക്യൂളിൻ്റെ സെയിം സ്ട്രക്ചറാണ്. പക്ഷെ നമ്മൾ എടുക്കുന്നത് ഈഥീൻ മോളിക്യൂളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സ്ട്രക്ചർ sp3 ഹൈബ്രിഡൈസേഷൻ പറ്റില്ല. ഇതിനകത്ത് ജിയോമെട്രി തെറ്റാണ്. കാരണം ഈഥീൻ്റെ ജിയോമെട്രിയും ഈഥേൻ്റെ ജിയോമെട്രിയും രണ്ടാണ്. അപ്പോൾ ഈഥേൻ പോലെയുള്ള sp3 ഹൈബ്രിഡൈസേഷൻ ഈ ഈഥീൻ കോമ്പൗണ്ടിനകത്ത് സാധ്യമല്ല. അപ്പോൾ നമ്മൾ ഇത് പ്രകാരം 3 കാർബണിൽ എടുക്കുന്നു. sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. sp2 ഹൈബ്രിഡ് ഓർബിറ്റിൽ വന്നു. ദെൻ നമുക്ക് ഇവിടെ 3 സിഗ്മ ബോണ്ട് ഉണ്ട് നമ്മൾ കണ്ടു. 3 സിഗ്മ ബോണ്ട് ഏതൊക്കെയെന്ന് ഞാൻ നേരത്തെ പേപ്പറിനകത്ത് വരച്ച് കാണിച്ചു. ആ 3 സിഗ്മ ബോണ്ട് തമ്മിൽ എടുത്തിട്ട് ഈ 3 ഇത് തമ്മിൽ sp2 ഹൈബ്രിഡൈസേഷൻ ഉണ്ടാകുന്നു. അപ്പോൾ sp2 ഹൈബ്രിഡൈസേഷനകത്തുള്ള ജിയോമെട്രി എന്ന് പറയുന്നത് ട്രയഗണൽ പ്ലാനാറാണ്. അത് നമ്മൾ ഓൾറെഡി നേരത്തെ പഠിച്ചിട്ടുണ്ട്. ആ sp2 ഹൈബ്രിഡൈസേഷൻ ഈ കാണുന്നത് ഒരു ഡംബൽ ഷേപ്പ്, അതിൻ്റെ ചെറിയ പാർട്ട് ഇപ്പുറത്തേക്ക്, പിന്നെ അടുത്ത ഡംബൽ ഷേപ്പ്, അതിൻ്റെ ചെറിയ പാർട്ട് ഇപ്പുറത്തേക്ക്, ദെൻ മൂന്നാമത്തെ ഡംബൽ ഷേപ്പ്, അതിൻ്റെ ചെറിയൊരു പാർട്ട് ഇപ്പുറത്തേക്ക്. ഇതാണ് 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റിൽ. പിന്നെ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ ഒരു സാധനം കിടക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു വലിയ ഡംബൽ ഓർബിറ്റിൽ കിടക്കുന്നുണ്ട്. അതെന്താ, നമ്മൾ നേരത്തെ കണ്ടായിരുന്നു ഒരു p ഓർബിറ്റിൽ, കാർബണിൽ ഒരു p ഓർബിറ്റിൽ ഹൈബ്രിഡൈസേഷനകത്ത് ഒന്നും പങ്കെടുക്കാണ്ട് ബാലൻസ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഹൈബ്രിഡൈസേഷനിൽ ഒന്നിലും പങ്കെടുക്കാതെ വേക്കൻ്റ് അല്ല, പങ്കെടുക്കാതെ മാറി നിൽക്കുന്നുണ്ട്. ആ മാറി നിൽക്കുന്ന p ഓർബിറ്റിലാണ് നമ്മൾ ഈ പേപ്പറിൻ്റെ ഒരു ട്രയാങ്കിൾ വരക്കണമെങ്കിൽ ഈ പേപ്പറിന് പെർപെൻഡിക്കുലർ ആയിട്ട്, മീൻസ് അതിൻ്റെ ഒരു p ലോബിൻ്റെ ഒരു ലോബ് നിങ്ങൾക്ക് നേരെയും ഒരു ലോബ് ഈ പേപ്പറിൻ്റെ അടിയിലേക്കും. അപ്പോൾ എനിക്കിത് കാണിച്ചു തരാൻ പറ്റില്ല. എന്നാൽ ഇങ്ങനൊരു പ്ലെയിനാണ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലെയിൻ എടുക്കണം, എൻ്റെ കൈയിൻ്റെ ഈ ഒരു പ്ലെയിൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ലോബ് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് നിൽക്കുന്നു, മറ്റേ ലോബ് ഇങ്ങനെ പുറകിൽ ഇപ്പുറത്തെ സൈഡിലേക്ക് നിൽക്കുന്നു. അപ്പോൾ ഇതേപോലെ തന്നെ ഈ ഒരു പേനയുടെ ടിപ്പ് നിൽക്കണ പോലെ ഒരു സൈഡ് ഇങ്ങോട്ടും ഒരു സൈഡ് ഇങ്ങോട്ടും പിറകിലേക്ക്, അതേപോലെയാണ് ഈ ലോബ് നിൽക്കുന്നത്. ഇത് ഈ പേപ്പറിൻ്റെ ഫ്രണ്ടിലേക്ക് നിൽക്കണമെങ്കിൽ ഇത് പേപ്പറിൻ്റെ പുറകിലേക്ക് നിൽക്കുന്നു. ഈ പേപ്പർ നമ്മൾ ഇങ്ങനത്തെ ഒരു പ്ലെയിൻ എടുക്കണമെന്നുണ്ടെങ്കിൽ, സാധാരണ ഒരു പ്ലെയിൻ, ഈ ഒരു പ്ലെയിൻ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്ലെയിനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ, ട്രയാങ്കുലർ പ്ലെയിൻ എടുക്കണമെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു ട്രയാങ്കുലർ പ്ലെയിനാണ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പേപ്പറിൻ്റെ പ്ലെയിനിലാണ് ഇതിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പേപ്പറിൻ്റെ മേളിലേക്കൊരു ഡംബൽ ഷേപ്പും പേപ്പറിൻ്റെ താഴേക്ക് ഒരു ഡംബൽ ഷേപ്പ്, അങ്ങനെയാണ് നിൽക്കുന്നത്. ഇതാണ് sp3, ഇതാണ് sp3 ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഇനി അതിനകത്തേക്ക് എന്താ സംഭവിക്കുന്നത്, ഈ sp3 ഹൈബ്രിഡൈസേഷനകത്തേക്ക് ഇതാണ് ഒരു sp3 കാർബൺ. ഇവിടെ എത്ര കാർബൺ ഉണ്ട്, 2 കാർബൺ ആറ്റം ഉണ്ട്. 2 കാർബൺ ആറ്റം ഉണ്ട്. ഒരു കാർബൺ, ഇതൊരു കാർബൺ. ഈ ഓരോ കാർബൺ ആറ്റം ഏത് ഹൈബ്രിഡൈസേഷനാണ്, sp2 ഹൈബ്രിഡൈസേഷനിലാണ് ലിങ്ക് ചെയ്യുന്നത്. ആ sp2 ഹൈബ്രിഡിൽ ഒരു എസും 2 p, മൊത്തം 3 ഹൈബ്രിഡ് ഓർബിറ്റിലുണ്ട്. ഈ 3 ഹൈബ്രിഡ് ഓർബിറ്റിൽ ഒരെണ്ണം ഹൈഡ്രജനായിട്ട് ലിങ്ക് ചെയ്ത്, രണ്ടാമത്തെ അടുത്ത ഹൈഡ്രജനായിട്ട് ലിങ്ക് ചെയ്ത്, മൂന്നാമത്തെ അടുത്ത കാർബണായിട്ട് C1 C2 എന്ന് പറഞ്ഞാൽ നമ്മൾ കാർബൺ പേര് കൊടുക്കുന്നത് C2 കാർബണായിട്ട് ലിങ്ക് ചെയ്ത്. അപ്പോൾ 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റിൽ ഈ C1 കാർബൺ യൂസ് ചെയ്ത്, അതുപോലെ C2 കാർബണുണ്ട് sp2 ഹൈബ്രിഡൈസേഷൻ തന്നെ ആയിരിക്കും. sp2 ഹൈബ്രിഡൈസേഷനിൽ ഒരെണ്ണം ഈ ഹൈഡ്രജനായിട്ട് പോയി, രണ്ടാമത്തെ ഈ ഹൈഡ്രജനായിട്ട് പോയി, മൂന്നാമത്തെ ഈ കാർബണായിട്ട് പോയി. 2 പേരും അതിൻ്റെ sp2 ഹൈബ്രിഡ് ഓർബിറ്റിൽ യൂസ് ചെയ്ത് 3 പേരും 3 ആറ്റങ്ങളായിട്ട് ലിങ്ക് ചെയ്തു. അതാണ് ഈ പിക്ചറിൽ കാണുന്നത്. ഈ കാർബൺ ആറ്റത്തിൻ്റെ ഒരു sp2 ഹൈബ്രിഡ് ഓർബിറ്റിൽ ഹൈഡ്രജൻ ആറ്റത്തിന് 1s ആയിട്ട് കമ്പൈൻ ചെയ്യുന്നു, രണ്ടാമത്തെ sp2 ഹൈബ്രിഡ് ഓർബിറ്റിൽ 1s ആയിട്ട് കമ്പൈൻ ചെയ്യുന്നു, മൂന്നാമത്തെ ഇതിൻ്റെ 1s ആയിട്ട് കമ്പൈൻ ചെയ്യുന്നു, അല്ല കാർബണിൻ്റെ 1s sp2 ഹൈബ്രിഡ് ഓർബിറ്റായിട്ട് കമ്പൈൻ ചെയ്യുന്നു. അങ്ങനെ 1 2 3 സിഗ്മ ബോണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. സിഗ്മ
സിഗ്മ. അതുപോലെ സെക്കൻഡ് കാർബണായിട്ട് ഇതേ ജിയോമെട്രി തന്നെയാണ് sp2 ഹൈബ്രിഡൈസേഷൻ 1 2 3 sp2 ഹൈബ്രിഡുണ്ട്. അതിന് 2 എണ്ണം ഹൈഡ്രജനായിട്ട് സിഗ്മ ബോണ്ട് ഫോം ചെയ്ത് മൂന്നാമത്തെ തൊട്ടടുത്തുള്ള കാർബണായിട്ട് ഫോം ചെയ്തു. ഇനി ഇവ തമ്മിലാണ് ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യണമെന്ന് പറഞ്ഞത്. ഇതാണ് ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുന്നത്. അതുപോലെ ഇതും ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ഈ ബുക്കിൻ്റെ പേപ്പറാണ് ട്രയാങ്കിൾ എന്നുണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ ട്രയാങ്കിൾ ഫേസ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരുന്നതാണ് പ്ലെയിൻ എന്നുണ്ടെങ്കിൽ ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലറായിട്ട് ഈ ഫസ്റ്റ് കാർബണിലെ ലോബ് മേളിലേക്കും അടുത്ത ലോബ് താഴേക്കും പോകുന്നു. ഇപ്പോൾ കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് ഈ പ്ലെയിനിൻ്റെ പേപ്പറിൽ തന്നെ റെപ്രസെൻറ്റ് ചെയ്യാം. ഒന്ന് മേളിലേക്കും താഴേക്കും. അവിടെ എന്തുണ്ട്, ഒരു ഹൈബ്രിഡൈസേഷനകത്ത് അല്ലെങ്കിൽ പെയറിംഗ് ഒന്നും ചെയ്യാത്തൊരു ഇലക്ട്രോൺ അവിടെയുണ്ട്. അതിൽ C2 ആറ്റം ഉണ്ട്. അവിടെ ഇതുപോലെ ഒരു p ഓർബിറ്റലുണ്ട്. അതിനകത്തൊരു പെയർ ചെയ്യാത്ത ഇലക്ട്രോൺസ് ഉണ്ട്. ഇവ തമ്മിൽ ലാറ്ററൽ ഓവർലാപ്പ് എടുക്കുന്നു. നമ്മൾ സിഗ്മ ബോണ്ടും ബൈ ബോണ്ടൊക്കെ പഠിച്ചിരുന്ന ഇതിനകത്ത് ലാറ്ററൽ ഓവർലാപ്പ് എടുക്കുന്നു. അപ്പോൾ ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ ഓവർലാപ്പിംഗ് നടക്കുന്നത്. പേപ്പറിൻ്റെ പ്ലെയിൻ എടുക്കണമെങ്കിൽ ആ പേപ്പറിൻ്റെ പ്ലെയിനിന് കുറച്ച് മേളിലേക്ക് പൊങ്ങിയിട്ടാണ് ഓവർലാപ്പിംഗ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്കൊരു പൈ ബോണ്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഒരു 3 സിഗ്മ ബോണ്ടും ഒരു പൈ ബോണ്ടും. പൈ ബോണ്ട് ഫോം ചെയ്യാൻ എങ്ങനെയെന്ന് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. ഈ പേപ്പറിനകത്ത് കാണാൻ ബുദ്ധിമുട്ടാണ്, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു p ഓർബിറ്റിൽ ഈ പേപ്പറിന് മേളിലേക്ക് ഇങ്ങനെ ഒരു ഡബിൾ ഷേപ്പിൽ ഇവിടുന്ന് മേളിലേക്ക് ഒരു ഡബിൾ ഷേപ്പ്, മേളിലേക്കും താഴേക്കും ഒരു ഡബിൾ ഷേപ്പും ഉണ്ട്. അതുപോലെ ഈ കാർബണിനകത്ത് മേളിലേക്ക് ഒരു ഡബിൾ ഷേപ്പ് ഉണ്ട്, താഴേക്ക് ഒരു ഡബിൾ ഷേപ്പ് ഉണ്ട്. ഈ മേളിലേക്കുള്ള ഡബിൾ ഷേപ്പിനകത്തുള്ള ഒരു ഇലക്ട്രോണും ഇപ്പുറത്തുള്ള ഇലക്ട്രോണും തമ്മിൽ സൈഡ് വേസ് ആയിട്ട്, മറ്റേതൊക്കെ ലാറ്ററലായിട്ട്, മറ്റേതൊക്കെ സൈഡായിട്ട് ഇങ്ങനെ ഒരേ സെയിം പ്ലെയിനിൽ തന്നെയാണ്. ഇത് ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ രണ്ട് ഇത് വരുന്നത്. അതൊരു p ഓർബിറ്റിൽ തന്നെ ആയതുകൊണ്ടാണ് രണ്ടെണ്ണം കാണിക്കുന്നത്. ഉണ്ട്. അപ്പോൾ ഇതിനാണ് നമ്മൾ ട്രയാഗണൽ പ്ലാനാർ ജിയോമെട്രി അങ്ങനെ എടുക്കുമ്പോൾ ഒരു ട്രയാഗണൽ പ്ലാനാർ പോലെ എക്സിബിറ്റ് ചെയ്യുന്നു. ഇനി മൂന്നാമത്തെ ഇതാണ് sp ഹൈബ്രിഡൈസേഷൻ. sp ഹൈബ്രിഡൈസേഷൻ എക്സാമ്പിളാണ് ഈഥേൻ C2H2. C2H2 ആകുമ്പോഴേക്കും നമ്മൾ പറഞ്ഞ് 2 കാർബൺ ഉണ്ട്. C2H2 എന്ന് പറയുന്നത് 2 കാർബൺ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് കാർബൺ തമ്മിൽ ഒരു ലിങ്ക് കൊടുക്കുന്നു. പിന്നെ 2 ഹൈഡ്രജൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ കാർബണിൻ്റെ വാലൻസിയും തുല്യമല്ല, ഈ കാർബണിൻ്റെ വാലൻസിയും സാറ്റിസ്ഫൈഡ് അല്ല. അപ്പോൾ നമ്മൾ ഓരോ ഹൈഡ്രജൻ അവിടെ കൊടുക്കുന്നു. ബാക്കി റിമൈനിങ് ഓരോ കാർബണിനും ഓരോ ഇലക്ട്രോൺസ്, 2 ഇലക്ട്രോൺസ് വീതം ബാലൻസ് ഉണ്ട്. ഇവർ തമ്മിൽ എന്ത് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു. അപ്പോൾ ഓൾറെഡി ഒരു സിഗ്മ ബോണ്ട്, ഓൾറെഡി കാർബൺ ലിങ്കും ഒരു കാർബൺ ഹൈഡ്രജൻ ലിങ്കും ഉണ്ട്. അപ്പോൾ 2 സിഗ്മ ബോണ്ട് നമുക്ക് അവിടെ ഓൾറെഡി ഉണ്ട്. 2 സിഗ്മ ബോണ്ട് ഉണ്ടെങ്കിൽ നോർമലി ഇതൊരു sp ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ കൺസെപ്റ്റ് നേരത്തെ പോലെ കാർബൺ ഗ്രൗണ്ട് സ്റ്റേറ്റ് 1s2 2s2 2p2, എക്സൈറ്റഡ് സ്റ്റേറ്റിൽ s എന്ന് പറഞ്ഞ പിയിലേക്ക് വരുന്നു. അപ്പോൾ 2s 2p3 ആയിട്ട് മാറുന്നു. ദെൻ ഹൈബ്രിഡൈസേഷനകത്ത് ഒരു എസും ഒരു പിയും. എന്തുകൊണ്ടാണ് ഒരു എസും പിയും മാത്രം യൂസ് ചെയ്തത്? നമുക്ക് ഒരു കാർബണിലും കാർബൺ ലിങ്കും ഒരു കാർബൺ ഹൈഡ്രജനെ അവിടെ വരുന്നുള്ളൂ. അപ്പോൾ 2 സിഗ്മ ബോണ്ട് നമുക്ക് നോർമലി ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ നമുക്കൊരു sp ഹൈബ്രിഡൈസേഷൻ വരില്ല. 3 സിഗ്മ ബോണ്ട് വരികയാണെങ്കിൽ നമുക്ക് അവിടെ കാണിക്കാൻ ആറ്റങ്ങളില്ല. അപ്പോൾ sp ഹൈബ്രിഡൈസേഷൻ ഇവിടെ 2 p ഓർബിറ്റലുണ്ട്. ഈ 2 p ഓർബിറ്റുകൾ ഈക്വലി മ്യൂച്വലി പെർപെൻഡിക്കുലർ എന്ന് പറയും. മ്യൂച്വലി പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ നമ്മളിത് ഇങ്ങനെ ഒരു ഡയറക്ഷൻ കാണിക്കണമെങ്കിൽ എൻ്റെ തമ്പ് ഒന്ന് നിങ്ങൾക്ക് നേരെ ഈ ചൂണ്ടുവിരൽ ആ സൈഡിലേക്ക്, മിഡിൽ വിരൽ ലെഫ്റ്റ് സൈഡിലേക്ക്. അപ്പോൾ 3 ഡയറക്ഷനാണ് ഈ എൻ്റെ കയ്യിലെ ഫിഗർ കാണിക്കുന്നത്. തമ്പ് വിരൽ നേരെ മേളിലേക്ക്, ചൂണ്ടുവിരൽ മറ്റേ ഡയറക്ഷനിലേക്ക്, മിഡിൽ വിരൽ. അപ്പോൾ ഈ ഒരു ഡയറക്ഷനിലായിരിക്കും p ഓർബിറ്റുകൾ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി എൻ്റെ ഫിഗർ നോക്കണമെങ്കിൽ നോക്കിയത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷേ അത്ര ഉണ്ടെന്നില്ല. sp ഹൈബ്രിഡൈസേഷനാണ്. sp ഹൈബ്രിഡ് 2 p ഹൈബ്രിഡ് ഓർബിറ്റലുണ്ട്. ഒരു sp ഹൈബ്രിഡ് ഓർബിറ്റൽ ഇത്, അതിൻ്റെ ചെറിയ ഡബിൾ ഷേപ്പ് ഈ ഭാഗം. ദെൻ രണ്ടാമത്തെ sp ഹൈബ്രിഡ് ഓർബിറ്റൽ ഇത്, അതിൻ്റെ ചെറിയ ഡബിൾ ഭാഗം ഇത്. 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഇത് ഒരു ലീനിയറായിട്ട് ഇങ്ങനെ നിൽക്കണമെങ്കിൽ ദെൻ 2 അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റലുണ്ട്. ഏതൊക്കെയാണെന്ന് ഓൾറെഡി നമ്മളിവിടെ കണ്ടു. 2 എണ്ണം അൺഹൈബ്രിഡൈസ് ഉണ്ട്. ഇതെന്ത് ചെയ്യുന്നു, ഇതിന് പെർപെൻഡിക്കുലറായിട്ട്, ഒന്ന് ഇതിന് പെർപെൻഡിക്കുലറായിട്ട് ഇങ്ങനെ നിൽക്കുന്നു, ഒന്ന് ഇതിന് പെർപെൻഡിക്കുലറായിട്ട് മേളിലേക്കും താഴേക്കും. അത് നമുക്ക് വരയ്ക്കാനായിട്ട് ഇങ്ങനെ കാണിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു എക്സ് ഡയറക്ഷനിലാണ് നമ്മൾ sp ഓർബിറ്റിൽ നിൽക്കണമെങ്കിൽ അടുത്ത p ഓർബിറ്റിൽ അതിന് പെർപെൻഡിക്കുലറായിട്ട് y ഡയറക്ഷനിൽ, അടുത്ത p ഓർബിറ്റിൽ അതിന് പെർപെൻഡിക്കുലറായിട്ട് z ഡയറക്ഷനിലേക്ക് നിൽക്കുന്നത്. ഈ എക്സ് ഡയറക്ഷനിലുള്ള സാധനമാണ് ഇങ്ങനെ sp ഓർബിറ്റിൽ തന്നെ. ഇത് എന്ത് ചെയ്യുന്നു, ഒരു ഹൈഡ്രജൻ ആറ്റമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. ഇത് അടുത്ത കാർബണായിട്ട് കമ്പൈൻ ചെയ്യുന്നു. ഇതാണ് സ്ട്രക്ചർ. ഇത് ഫസ്റ്റ് കാർബൺ sp ഹൈബ്രിഡ് ഓർബിറ്റിൽ ഒരെണ്ണം, ഇത്
രണ്ടാമത്തെ ഇത്. അതെന്ത് ചെയ്യുന്നു? ഒരു ഹൈഡ്രജനായിട്ട് സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നു. ഇത് രണ്ടാമത്തെ കാർബണാണ്. ആ രണ്ടാമത്തെ കാർബണിൻ്റെ ഒരു sp ഹൈബ്രിഡ് ഓർബിറ്റിലും രണ്ടാമത്തെ sp ഹൈബ്രിഡ് ഓർബിറ്റിൽ ആ രണ്ടാമത്തെ sp ഹൈബ്രിഡിൽ ഒരെണ്ണം ഹൈഡ്രജനായിട്ട് മാറുന്നു. രണ്ടാമത്തെ എന്ത് ചെയ്യുന്നു? ഈ ഫസ്റ്റ് കാർബണിൻ്റെ സെക്കൻഡ് കാർബണിൻ്റെ sp ഓർബിറ്റിൽ തമ്മിൽ സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നു. ദെൻ ഫസ്റ്റ് കാർബണിൻ്റെ ഒരു p ഓർബിറ്റിലുണ്ട്, രണ്ട് empty p ഓർബിറ്റിൽ അല്ല ഹാഫ് ഫിൽഡ് p ഓർബിറ്റിലുണ്ട്. അതൊന്ന് ഇങ്ങനെ പെർപെൻഡിക്കുലറായിട്ട് നിൽക്കുന്നു, മറ്റൊന്ന് ഇങ്ങനെ പെർപെൻഡിക്കുലറായിട്ട് നിൽക്കുന്നു. അത് ഞാൻ നേരത്തെ കാണിച്ചു. ഒന്നിങ്ങനെ എന്നുള്ള ഡയറക്ഷനിൽ ഒരു എക്സ് ഡയറക്ഷനിൽ sp ഓർബിറ്റിൽ നിൽക്കണമെങ്കിൽ ഹൈബ്രിഡൈസേഷൻ അത് പങ്കെടുക്കാത്ത ഒരു p ഓർബിറ്റിൽ ഒന്ന് ഇങ്ങനെ പെർപെൻഡിക്കുലറായിട്ട് നിന്നു, മറ്റേത് നിങ്ങൾക്ക് നേരെ, അതിപ്പോൾ പേപ്പറിൽ വരയ്ക്കാൻ പറ്റില്ല, അത് ഉദ്ദേശിക്കണം ഒന്ന് മേളിലേക്കും ഒന്ന് താഴേക്കും. അതിനാണ് ഞാൻ നേരത്തെ തമ്പ് കാണിച്ചത്, ആ ഡയറക്ഷൻ കാണിച്ചത്. എൻ്റെ തമ്പ് നിങ്ങൾക്ക് മേളിലേക്ക് ഒരു p ഡയറക്ഷൻ നിൽക്കണമെങ്കിൽ ചൂണ്ടുവിരൽ ഈ ഡയറക്ഷനിൽ പോകുന്ന, മിഡിൽ വിരൽ ഈ ഡയറക്ഷനിൽ പോകുന്നു. അപ്പം മിഡിൽ ഈ ഡയറക്ഷൻ, ചൂണ്ടുവിരൽ ഈ ഡയറക്ഷൻ, തമ്പ് മേളിലേക്കുള്ള ഡയറക്ഷൻ, അങ്ങനെ 3 ഡയറക്ഷനിൽ നിൽക്കുന്നു. ആ 3 ഡയറക്ഷനിൽ ഫസ്റ്റ് കാർബണിലും ഉണ്ട്, സെക്കൻഡ് കാർബണിലും ഉണ്ട്. അപ്പോൾ ഒരേ ഡയറക്ഷനിൽ വരുന്ന രണ്ടിനകത്തും ഒരു ഹാഫ് ഫിൽഡ് p ഓർബിറ്റിൽ ഇലക്ട്രോൺസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ p x ആയിട്ട് നമ്മൾ എടുക്കണമെങ്കിൽ അവ തമ്മിൽ, അല്ലെങ്കിൽ p y ആയിട്ട് എടുക്കണമെങ്കിൽ അവ തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് ഒരു പൈ ഓർബിറ്റിൽ ഉണ്ടാവും. അതുപോലെ തന്നെ p z ഉണ്ടാവും. p z ഞാൻ പറഞ്ഞു, നമുക്ക് പേപ്പറിനകത്ത് കാണുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് മനസ്സിലാക്കാനായിട്ട്. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. ഇവിടെ ഇതേപോലെ തന്നെ ഒരു കാർബൺ ആറ്റം ഉണ്ട്. ആ കാർബൺ ആറ്റത്തിന് ഇവിടെ ഒരു ഇതുണ്ട്. അപ്പോൾ ആദ്യം ഈ രണ്ടെണ്ണം തമ്മിൽ ഇത് തമ്മിലാണ് p ഓർബിറ്റിൽ ഫോം ചെയ്യുന്നത്. ഇത് തമ്മിൽ ഒരു പൈ ബോണ്ട് ഫോം ചെയ്യുന്നത്. അടുത്തത് ഇതും ഈ ഇങ്ങോട്ട് ചരി വന്നത് ഇതും തമ്മിലൊരു പൈ ബോണ്ട് ഫോം ചെയ്യുന്നു. ഇത് ഓൾറെഡി സിഗ്മ ബോണ്ട് നമ്മൾ ഫോം ചെയ്യാൻ കണ്ടു. ഇത് സിഗ്മ ബോണ്ട് ഫോം ചെയ്യാൻ നമ്മൾ കണ്ടു. അപ്പോൾ 2 പൈ ബോണ്ട് ഫോം ചെയ്യുന്നു. അതാണ് ട്രിപ്പിൾ ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ലീനിയർ ആയിരിക്കും അതിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, താങ്ക് യു.